എല്ലാവർക്കും നമസ്കാരം. വളരെ വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു അനുഭവം അയച്ചു തന്നിട്ടുണ്ട് ദീപ സുജിത്ത്. നമ്മുടെ ഗ്രൂപ്പിലെ അംഗമാണ്. ഇന്ന് സാലറി കിട്ടിയെന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് എനിക്ക് വന്നു കേട്ടോ. അത് ദീപ അയച്ചു തന്നാണ്. അപ്പോഴാണ് ഞാൻ അനുഭവം വായിച്ചു നോക്കിയത്. അപ്പോൾ എനിക്ക് തോന്നി അത് പെട്ടെന്ന് തന്നെ പറയണമെന്ന്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും നമ്മൾ കൃഷ്ണാനുഭവങ്ങളായിട്ട് നമ്മളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണല്ലേ. ഓരോരുത്തർക്കുണ്ടാകുന്ന അനുഭവങ്ങൾ നിലയ്ക്കുന്നില്ല, ഇരട്ടിയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് പലർക്കും കാത്തിരിക്കേണ്ടി വരുന്നത്. അനുഭവം അയച്ചു തന്നിട്ട് അതുകൊണ്ട് തന്നെ റിക്വസ്റ്റാണ്, കാത്തിരിക്കുക, എന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുക. പറഞ്ഞത് തന്നെ ഞാൻ പറഞ്ഞവരുടെ തന്നെ വീണ്ടും പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നപ്പം ഞാൻ എടുക്കുമ്പോൾ വായിക്കാൻ നോക്കുമ്പോൾ ഏതാണോ കിട്ടുന്നത് അത് പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് പെട്ടെന്ന് തന്നെ കിടക്കുക. എല്ലാവരും എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയായിരിക്കും അല്ലേ. നമസ്കാരം ശ്രീകാന്ത് സാർ, സുഖമായിരിക്കുന്നോ? ദീപയാണേ, ത്രിമധുരം കുടുംബത്തിലെ അംഗമാണ്. ഭഗവാനെ എന്ന് വിളിച്ചപ്പോൾ ഓടി വന്നതിനെ സഹായിച്ച ഒരു അനുഭവം പറഞ്ഞോട്ടെ സാർ. ഒരുപാട് അനുഭവങ്ങൾ സാറിന് വായിക്കാനുണ്ടെന്നറിയാം. എങ്കിലും ഈ അനുഭവം പറയാതെ വയ്യട്ടോ. എപ്പോഴേലും സമയം കിട്ടുമ്പോൾ പറയാൻ ശ്രമിക്കാമോ? ഗ്രൂപ്പിൽ ചേർന്ന ശേഷം ദിവസവും ഒരനുഭവമെങ്കിലും കേൾക്കാൻ മറക്കാറില്ല. ചില അനുഭവങ്ങൾ കണ്ണു നനയ്ക്കുന്നു, ചിലവ മനസ്സിന് ആശ്വാസമേകുന്നു. ഹരേ കൃഷ്ണ. എൻ്റെ അനുഭവത്തിലേക്ക് കടക്കട്ടെ സാർ. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഹസ്ബൻഡിന് ഉണ്ടായിട്ടുള്ള ഒരു അനുഭവമാണ്. അദ്ദേഹം ജിദ്ദയിൽ മൈക്രോബയോളജി സൂപ്പർവൈസറായി ജോലി ചെയ്തു വരികയാണ്. എന്നും ഫോൺ വിളിക്കാറുണ്ട്. അങ്ങനെയിരിക്കെ 2 ദിവസമായി ഫോൺ ചെയ്യുമ്പോൾ അധികം ഒന്നും സംസാരിക്കാറില്ല. എൻ്റെ തിരക്കുകൾ കാരണം അതത്ര സീരിയസ് ആയി ഞാൻ എടുത്തിരുന്നില്ല. പക്ഷേ 3-ാം ദിവസം രാവിലെ മുതൽ എനിക്ക് വല്ലാത്തൊരു വിഷമം ഉള്ളിലുണ്ടായി. അദ്ദേഹത്തിന് എന്തോ പ്രശ്നമുണ്ടെന്നും സംസാരിക്കണമെന്നും തോന്നിക്കൊണ്ടേയിരുന്നു. വേഗം തന്നെ ഫോൺ വിളിച്ച് കാര്യം തിരക്കി. ആദ്യമൊക്കെ ഒഴിഞ്ഞു മാറിയെങ്കിലും ശേഷം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ലാബിൽ ചെയ്ത സാമ്പിൾ പരിശോധനയിൽ ലാബ് റിസൾട്ടിൽ വ്യത്യാസം കാണിച്ചതായിട്ട് സാമ്പിൾ അയച്ച കമ്പനിക്കാർ പരാതിപ്പെട്ടു. മുൻപ് നെഗറ്റീവ് കാണിച്ച സാമ്പിൾ റിസൾട്ട് പോസിറ്റീവ് കാണിച്ചിരിക്കുന്നു. ആ സാമ്പിൾ പരിശോധന നടത്തിയത് അദ്ദേഹത്തിൻ്റെ ഓഫീസിലെ മറ്റൊരു സ്റ്റാഫ് ആയിരുന്നെങ്കിലും സൂപ്പർവൈസർ ആയതിനാൽ ഓഫീസർമാരിൽ നിന്നും ഒരുപാട് ശകാരം കേൾക്കേണ്ടി വന്നു. ജോലി എന്താകുമെന്നറിയാത്തൊരവസ്ഥ. അദ്ദേഹം ഒരുപാട് വിഷമത്തിലായിരുന്നു. കാരണം ആ ജോലി കിട്ടിയിട്ട് 2 വർഷമേ ആകുന്നുള്ളൂ. സാമ്പത്തിക പ്രയാസങ്ങളിൽ നിന്നും കരകയറി വരുന്നതേയുള്ളൂ. ഒരാളെ പറ്റില്ല എന്ന് തോന്നിയാൽ ഒട്ടനെ ക്വിറ്റ് അടിക്കാറാണ് ആ കമ്പനിയുടെ പതിവ്. മനസ്സിൽ വിങ്ങലുണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തെ പറ്റും വിധം സമാധാനിപ്പിച്ച് ഫോൺ വെച്ചു. ഇനി എന്ത് ചെയ്യും? എനിക്ക് ആശ്രയം ഭഗവാനല്ലേയുള്ളൂ. ഉടൻ തന്നെ ഫോണെടുത്ത് ത്രിമധുരം ഗ്രൂപ്പിൽ കയറി ഒരു മെസ്സേജ് ഇട്ടു. ഉള്ളിലൊരു വിഷമുണ്ട്, എൻ്റെ സഹോദരങ്ങൾ എനിക്കായിട്ട് കണ്ണനോട് പ്രാർത്ഥിക്കണേന്ന്. കാര്യമറിയാതെ പോലും ഗ്രൂപ്പിലെ ഒരുപാട് സഹോദരങ്ങൾ പ്രാർത്ഥിച്ചതുകൊണ്ടാവാം ഭഗവാൻ വിളി കേട്ടുട്ടോ. വൈകിട്ട് വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, എല്ലാം സോൾവായി. സാമ്പിൾ അയച്ച കമ്പനിക്കാർ വെറുതെ പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചതാണ്. സാമ്പിൾ റിസൾട്ട് കറക്റ്റാണ്. ഭഗവാനെ, നീ എൻ്റെ കണ്ണു നനയാതെ വീണ്ടും രക്ഷിച്ചുവല്ലോ. ആശ്വാസത്തോടെ ഫോൺ വെച്ച് ഗ്രൂപ്പിൽ കയറി എല്ലാവർക്കും നന്ദി അറിയിച്ചു. ഭഗവാനോടുള്ള സ്നേഹവും നന്ദിയും പറഞ്ഞു തീർക്കാനാവുമോ സാർ? സർവം കൃഷ്ണാർപ്പണമസ്തു. 2 ദിവസം കഴിഞ്ഞ് അദ്ദേഹം വിളിച്ചപ്പോൾ ഏറെ സന്തോഷത്തിലായിരുന്നു. തിരക്കിയപ്പോൾ പറഞ്ഞത് കേട്ട് നിശബ്ദമായി പോയി ഞാൻ. ജോലിയിൽ പ്രമോഷൻ ലഭിച്ചിരിക്കുന്നു. കണ്ണു നിറഞ്ഞ് ഞാൻ ഭഗവാനെ എന്ന് വിളിച്ചു പോയിട്ടോ സാർ. ജോലി നഷ്ടപ്പെടുമോ എന്ന ഭയത്തിൽ നിന്നും കരകയറ്റി പുതിയൊരു പ്രതീക്ഷ ഭഗവാൻ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. എല്ലാം അവിടുത്തെ കാരുണ്യമെന്നല്ലാതെ എന്ത് പറയാൻ. നിറഞ്ഞ സ്നേഹത്തോടെ മനസ്സറിഞ്ഞ് കണ്ണാ എന്ന് വിളിച്ച ഓടി വരാതിരിക്കാൻ ഉണ്ണിക്ക് സാധിക്കുമോ? അത്രയ്ക്ക് കാരുണ്യമല്ലേ അവിടുന്ന് കണ്ണാ. സർവ്വചരാചരങ്ങൾക്കും കരുതലായ അങ്ങ് കൂടെയുണ്ടെന്ന വിശ്വാസമാണ് ഞങ്ങളുടെ ശക്തി. ഒരു നിമിഷം പോലും കണ്ണാന്ന് വിളിക്കാതിരിക്കാനാവുന്നില്ല ഉണ്ണി. കണ്ണൻ തന്ന മറ്റൊരു അനുഗ്രഹം എന്തെന്നാൽ എന്നെക്കാൾ കൂടുതൽ ഹസ്ബൻഡ് കണ്ണനെ ഇപ്പോൾ വിളിക്കുന്നു. ത്രിമധുരത്തിൽ സാറ് പറയുന്ന അനുഭവങ്ങളെല്ലാം കേൾക്കുന്നു. കണ്ണ, എല്ലാം അവിടുത്തെ മായകൾ എന്നല്ലേ ഞങ്ങൾക്കറിയൂ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു. നാരായണ കൃഷ്ണ. എല്ലാവർക്കും ഒരുപാട് നന്ദി. ദീപ സുജിത്ത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹസ്ബൻഡിന് വേണ്ടി ഭാര്യ അനുഭവം അയച്ചു തന്നാണ്. അത് കേൾക്കുമ്പോൾ തന്നെ എന്തൊരു സുഖമാണല്ലേ. ആ കുടുംബ ബന്ധങ്ങൾ അങ്ങനെ ദൃഢമായിട്ട് പോകുന്ന ഇതും അനുഭവങ്ങളൊക്കെ ആയിട്ട്, ഭഗവാന്റെ അനുഭവങ്ങളൊക്കെ ആയിട്ട് വരുമ്പോൾ ഒന്നും പറയാനില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹസ്ബൻഡിന് ഭഗവാനോട് സ്നേഹിക്കാതിരിക്കാൻ പറ്റില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത്രയും ടെൻഷൻ അടിച്ചു പോകുന്ന ചില സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ലേ. ചില കാര്യങ്ങൾ ഒരിക്കലും നമ്മളറിയാതെ ചെയ്യുന്നതായിരിക്കും. പക്ഷേ നമ്മളിലേക്ക് വരുന്നത് മറ്റു പല രീതിയിലുമായിരിക്കും. പോസിറ്റീവ് നെഗറ്റീവ് ആവും, നെഗറ്റീവ് പോസിറ്റീവ് ആവും. പക്ഷേ അവസാന വിജയം ഭഗവാന്റെ സത്യത്തിന് തന്നെയാണല്ലേ. അങ്ങനെ പ്രമോഷനും കിട്ടി, സന്തോഷമായിട്ടിരിക്കുന്നു. ഇത് അനുഭവം വായിച്ചപ്പോൾ ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഓരോന്ന് പറയാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇത് വായിച്ചപ്പോൾ പെട്ടെന്ന് പറയണമെന്ന് തോന്നി. അതുകൊണ്ട് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. നമ്മുടെ ഗ്രൂപ്പിലുണ്ട് ദീപ. എന്തായാലും ദീപയ്ക്ക് സന്തോഷമാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരിലേക്കും എത്തിക്കുക കേട്ടോ. നിങ്ങൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ഫേസ്ബുക്കിലായാലും കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസൊക്കെ ഉണ്ടാവും നമ്മുടെ ഗ്രൂപ്പിൽ വരുന്നതിൻ്റെ.
വരുന്നതിനെ പറ്റിയുള്ള ജോയിൻ ബട്ടണിലൂടെയാണ് വരിക. ഉച്ചപൂജാലങ്കാരം പറയുക, പറയുന്നവർക്കുള്ള സമ്മാനങ്ങളും അങ്ങനെ 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 കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളെ ഗ്രൂപ്പൊക്കെ ആയിട്ട് അങ്ങനെ മുന്നോട്ട് പോകുന്നു. ഹരേ കൃഷ്ണ.